അടുത്ത നമുക്ക് ടോപ്പിക് റിലേഷൻ ഓൺ എ സെറ്റ് ആണ്. റിലേഷൻ ഓൺ എ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടു എ ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം. അതേ സെറ്റിലേക്ക് തന്നെ നമുക്ക് ആ ഫംഗ്ഷനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ എന്ന് പറയുന്ന സെറ്റില് 1 2 3 4 ആണ്. വിച്ച് ഈസ് ഓർഡേർഡ് പെയേഴ്സ് ഇൻ ദ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് എ ബി, എ ഡിവൈഡ്സ് ബി. അപ്പൊ ഇവിടെ എ ഡിവൈഡ്സ് ബി എന്ന് വരണം അല്ലെ. അപ്പൊ എന്തായാലും എ ഡിവൈഡ്സ് ബി എന്ന് വരണമെങ്കിൽ എപ്പോഴും ആര് വലുതായിരിക്കും? ബി വലുതായിരിക്കും, എ ചെറുതായിരിക്കും. മാത്രമല്ല ബിനെ ആര് ഡിവൈഡ് ചെയ്യും? എനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ 1 1 വരും. 1 എല്ലാവരും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 1 1 1 2 1 3 1 4 വരും. പിന്നെ 2 2 വരും, 2 4 വരും, 3 4 വരും, 4 4 വരും. ഞാൻ എന്തിനാ ഇതും കൂടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആണോ പെയേഴ്സ് എന്ന് അറിയണല്ലോ. 4 1 ആണോ അതോ 1 4 ആണോ എന്നുള്ള പെയർ ഏതാന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള കാര്യം. ഇനി ബൈനറി റിലേഷൻസ് എയും ബിയും രണ്ട് സെറ്റ് ഉണ്ട്. സബ്സെറ്റ് എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് കോൾഡ് ബൈനറി റിലേഷൻ ഫ്രം എ ടു ബി. അതാണ് ബൈനറി റിലേഷൻ. ഇനി നമുക്കുള്ളത് കാർഡിനാലിറ്റി ഓഫ് എ എമ്മും കാർഡിനാലിറ്റി ഓഫ് ബി എൻ ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എന്തായിരിക്കും? എം എൻ ആയിരിക്കും. പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബിയിൽ ആരൊക്കെ ഉണ്ടാവും? 2 raised to mn ആണ് ഉണ്ടാവുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ഓർക്കുണ്ടോ? ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ നമ്മൾ +2 പഠിച്ചിട്ടുള്ളത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആവണം എന്ന് പഠിച്ചു. ഇനി നമുക്കുള്ളത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് മീൻസ് എന്താണ്? എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് ഈസ് കോൾഡ്. ഇതിലെ എല്ലാ ഡെഫിനിഷനിലും എന്താണ് സ്റ്റാർട്ടിങ്? എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ അല്ലെ. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ് ഇഫ് എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. അതേപോലെ തന്നെ സിമെട്രിക് ആണെന്ന് എപ്പോഴും പറയാ. എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി എ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ആണ് നമ്മൾ അതിനെന്ത് പറയാ? സിമെട്രിക് എന്ന് പറയാ. എക്സാമ്പിൾ വെച്ചാൽ 1 2 ആറിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരുണ്ടാവണം? 2 1 ഉണ്ടാവണം. പിന്നെ റിഫ്ലെക്സീവിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് 1 2 3 ആണ് നമ്മുടെ സെറ്റ് എങ്കിൽ ആ സെറ്റ് ഇത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1 1 2 2 എല്ലാതും ഉണ്ടാവണം. 3 3യും കൂടി ഉണ്ടാവണം. ആ 3 3 ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയില്ല. ഇപ്പൊ സെറ്റ് എ ഇതാണെങ്കിൽ റിലേഷൻ ഇതാണ് തന്നെങ്കിൽ ഇതിൽ 3 3 ഇല്ലെങ്കിൽ നമുക്ക് ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇവിടെയുള്ള സെറ്റിലുള്ള എല്ലാതും ഒന്നും കൂടി വന്നാൽ മാത്രമാണ് റിഫ്ലെക്സീവ് ആവുള്ളൂ. നേരെ മറിച്ച് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാ പെയേഴ്സും വേണമെന്നില്ല. ഇപ്പൊ എന്റെ കയ്യില് 1 2 നമ്മുടെ ആ റിലേഷന്റെ സെറ്റിന്റെ ഉള്ളിൽ 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ റിഫ്ലെക്സീവിന്റെ കേസിൽ അതല്ല. എല്ലാ ആ സെറ്റിലുള്ള എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും നമുക്ക് എന്തുണ്ടാവണം? 1 1ഉം 2 2ഉം അവിടെ ഉണ്ടാവണം. അടുത്ത് നമുക്കുള്ളത് ആന്റി സിമെട്രിക് ആണ്. ആന്റി സിമെട്രിക്കിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന് ഡിവിഷൻ ആണ്, ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഒന്ന് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ആണ്. ഇപ്പൊ ഇവര് പറയണത് 2 ഇപ്പൊ നോക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതാം. പക്ഷെ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റില്ല. ഇനി അഥവാ അങ്ങനെ എഴുതാണെങ്കിൽ അവര് ഈക്വൽ ആണെന്നാണ് പറയണത്. ഇപ്പൊ നോക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇതിന് മാത്രമാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? ഈ എയും ബിയും സെയിം ആയാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആന്റിസിമെട്രിക് ആയിട്ടുള്ള 3 സംഭവങ്ങളാണ് ആരൊക്കെ? ഡിവിഷൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കണ്ടെയ്ൻഡ് ഇൻ. അതായത് എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറഞ്ഞു, ബി കണ്ടെയ്ൻഡ് ഇൻ എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു ബി ആണ്. അതാണ് ആന്റിസിമെട്രിക്കിന് എക്സാമ്പിൾ. ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് സെയിം നമ്പേഴ്സ് വന്നാലാണ് നമ്മൾ 3 ഡിവൈഡഡ് ബൈ 3. അതേപോലെ ഇവര് തിരിച്ചും പറയണമെങ്കിൽ ഇവര് സെയിം ആയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ് 4 ആണ്, പക്ഷെ എന്തല്ല 4 ഡസ് നോട്ട് ഡിവൈഡ് 2 അല്ല.
അപ്പൊ നമുക്ക് ഈ ഡിവിഷനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടെയ്ൻഡ് ആണ് ആന്റിസിമെട്രിക് ഉള്ളത്. ഇത് നന്നായി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അവിടേക്ക് അങ്ങോട്ട് നമുക്ക് ഈ സാധനം ആവശ്യമാണ്. പോസിറ്റ് പഠിക്കുമ്പോൾ അവിടെ റിഫ്ലെക്സീവ്, ആന്റിസിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ്. നമുക്കറിയണം 3 പോസിറ്റുകളാണ് ഇത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലാറ്റിസ് ഡിഫൈൻ ചെയ്യാൻ പോണത്. കണ്ടോ, ഡിവിസിബിലിറ്റി ആണ് ഞാൻ അതിന് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. ട്രാൻസിറ്റീവ് മീൻസ് എന്താണ്? എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. 1 2 ഉണ്ട്, 2 3 ഉണ്ടെങ്കിൽ 1 3 ഉണ്ടായേ പറ്റുള്ളൂ. ഇതാണ് എന്ത്? ട്രാൻസിറ്റീവ്. ഇനി ഇറഫ്ലെക്സീവ് മീൻസ് റിഫ്ലെക്സീവ് അല്ലാത്തതിന് നമ്മൾ എന്ത് പറയുന്നു? ഇറഫ്ലെക്സീവ് എന്ന് പറയുന്നു. ഇക്വലൻസ് റിലേഷൻ എന്ത് പറയാം? എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് ഇക്വലൻസ് ഇഫ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നു. ജൂൺ 2024 അത് വേറെ സ്കീമിലായിരുന്നു. മെയ് 2025 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, R from Z to Z by R equal to XY where 3 divides X minus Y. Prove that R is an equivalence relation on Z. Also determine equivalence class of R. അപ്പൊ നമുക്ക് ആദ്യം എന്തെടുത്തു? എച്ച് എച്ച് എന്ന് എടുത്തു. എന്തായാലും എന്ത് നമുക്ക് പറയാം? 3 ഡിവൈഡ്സ് എക്സ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരെ? 0. അപ്പൊ 3 ഡിവൈഡ്സ് എന്ത് ചെയ്യും? 0. അപ്പൊ എന്താ? 0/3 ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് അതുകൊണ്ട് R എന്താണ്? റിഫ്ലെക്സീവ് ആണ്. അടുത്ത നമ്മൾ എന്ത്? സിമെട്രിക് ആണെന്ന് കാണിക്കണം. അതായത് XY എലമെന്റ് ഓഫ് R ആണെങ്കിൽ YX എലമെന്റ് ഓഫ് R എന്ന് കാണിക്കണം. അപ്പൊ ഇവിടെ XY എലമെന്റ് ഓഫ് R എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? X മൈനസ് Y എന്താണ്? ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 3 ഡിവൈഡ് X മൈനസ് പറയുന്നതിന് ഇക്വലന്റ് ആണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന് എക്സ് മൈനസ് വൈനെ എങ്ങനെ എഴുതി? 3 ടൈംസ് n1 എഴുതി. അങ്ങനെയാണെങ്കിൽ y മൈനസ് എക്സ് എന്തായിരിക്കും? അതും മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. 3 ഇൻറ്റു മൈനസ് m1. ഇവിടെ m1ഉം മൈനസ് m1 ഒക്കെ എന്താണ്? ഇന്റീജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y മൈനസ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? 3 ഡിവൈഡ്സ് y മൈനസ് എക്സ്. 3 ഡിവൈഡ്സ് y മൈനസ് എക്സ് ആയതുകൊണ്ട് YX എലമെന്റ് ഓഫ് R എന്ന് കിട്ടി. അടുത്ത നമുക്ക് ഇതെന്താന്ന് കാണിക്കണം? ട്രാൻസിറ്റീവ് ആണ് കാണിക്കണം. XY ഉണ്ട്, YZ ഉണ്ടെങ്കിൽ XZ ഉണ്ടെന്ന് കാണിക്കണം. XY എലമെന്റ് ഓഫ് R എന്ന് പറഞ്ഞോടത്ത് നമുക്ക് എന്ത് കിട്ടും? X മൈനസ് Y ഈക്വൽ ടു 3m1. അതായത് 3 ഡിവൈഡ്സ് X മൈനസ് Y. ഇനി അടുത്ത y മൈനസ് YZ എലമെന്റ് ഓഫ് R എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? y മൈനസ് Z ഈക്വൽ ടു 3m2 എന്ന് വരും. 3 ഡിവൈഡ്സ് y മൈനസ് Z എന്ന് കിട്ടും. അപ്പോ x മൈനസ് y എന്ന് പറയുന്നത് 3m1ഉം y മൈനസ് Z എന്ന് പറയുന്നത് 3m2 ആണെങ്കിൽ x മൈനസ് Z എന്ത് വരും? x മൈനസ് y മൈനസ് Z ഈക്വൽ ടു 3m1 പ്ലസ് 3m2 എന്ന് നമുക്ക് കിട്ടും. മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് മൈനസ് Z ഈക്വൽ ടു 3 ഇൻറ്റു m1 പ്ലസ് m2 എന്ന് കിട്ടി. m1 m2 ഒക്കെ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ m1 പ്ലസ് m2 എന്ന് പറയുന്ന ആളും ഇൻറ്റീജർ ആയിരിക്കും. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇപ്പൊ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കിട്ടി. കഴിഞ്ഞില്ല, ഇക്വലൻസ് ക്ലാസ് ഓഫ് ആറും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 3ന്റെ അപ്പൊ അങ്ങനെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം 0ന്റെ ഇക്വലൻസ് ക്ലാസ് 3ന്റെ സംഭവമാണല്ലോ ഇത് പറയണത്. അപ്പൊ ഇവിടെ 0 എഴുതി, 0 പ്ലസ് 3 പിന്നെ ഒരു പ്ലസ് 3 വെച്ചു. അപ്പൊ 0 3 6 എന്ന് എഴുതി. ഇനി ഇവിടെ മൈനസ് ചെയ്യാം. 0 അപ്പൊ നമുക്ക് എന്ത് വന്നു? -3 വന്നു, -6 വന്നു. ഇനിയിപ്പോ ഈ കിട്ടിയ ആൾക്ക് എക്സെട്ര അങ്ങോട്ട് ഇട്ടു ഇങ്ങോട്ട് ഇട്ടു. ഇതിന് 2 മാർക്കാണ് കൊടുത്തിരുന്നത്. ഇനി ഇതെല്ലാം 1 ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 0 പ്ലസ് 1, ഇവിടെ 3 പ്ലസ് 1 4, ഇവിടെ 6 പ്ലസ് 1 7, ഇവിടെ -3 പ്ലസ് 1 -2, ഇവിടെ -6 പ്ലസ് 1 -5 എന്ന് കിട്ടി. അടുത്തതില് നമ്മൾ 1 ആഡ് ചെയ്യണം. 1 പ്ലസ് 1 2, 4 പ്ലസ് 1 5, 7 പ്ലസ് 1 8, -2 പ്ലസ് 1 -1, -5 പ്ലസ് 1 -4. ഇനി അടുത്തൊരു സംഭവം കൂടി എഴുതുമ്പോൾ നമുക്ക് ഇക്വലന്റ് ക്ലാസ് ഓഫ് 0ന്റെ പോലെയാണ് വരിക. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? നമ്മളത് എഴുതാത്തത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്.
ഇനി അടുത്തത് ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ ആർ ഓൺ സെഡ് വേർ ആർ ഈസ് ഇറഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഇപ്പൊ ഞാൻ ഇറഫ്ലെക്സീവ് ആയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് 1 1 ഞാൻ മതി, അല്ലെങ്കിൽ 2 2 ഇതിലിപ്പോ ഒന്നുമില്ല. എന്താവണം? ട്രാൻസിറ്റീവ് ആവണം, സിമെട്രിക് ആവരുത്. ട്രാൻസിറ്റീവ് ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ ഇട്ട് കൊടുത്തു. 1 2 2 3 1 3. ഇനി അധികം എഴുതാൻ പോണ്ട. എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കുറെ ചെക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് മിനിമം ഉള്ള സാധനങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ എന്ത് വരണം? 1 3 ഉണ്ടാവണം. അപ്പൊ ഇത് എന്താണ്? സിമെട്രിക് അല്ല. കാരണം 1 2 എലമെന്റ് ഓഫ് ആർ ആണ്, പക്ഷെ 2 1 നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സെറ്റിൽ ആരില്ല? 1 1 ഇല്ല. അതുകൊണ്ട് 1 1 ഇല്ല, 2 2 ഇല്ല, അങ്ങനെ ആരും ഇല്ല. അപ്പൊ 1 1 നോട്ട് എലമെന്റ്, ഒരെണ്ണം ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ 1 1 2 2 3 3 മാത്രല്ല, കാരണം ഈ സെറ്റ് ആറിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഇല്ലാത്തത് കൊണ്ട് 1 1 നോട്ട് എലമെന്റ് ഓഫ് ആറ് ഒരെണ്ണം പറഞ്ഞാൽ മതി. അപ്പൊ 1 1, അല്ലെങ്കിൽ ജനറലി നമുക്ക് എന്ത് പറയാം? എ നോട്ട് എലമെന്റ് ഓഫ് ആറ്, വേറെ എ എലമെന്റ് ഓഫ് ആർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഞാൻ എഴുതിയ സംഭവം റിഫ്ലെക്സീവ് അല്ല, പിന്നെന്താണ്? ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക് അല്ല. ഇനി ഡിസംബർ 2023 നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ: ലെറ്റ് ടി ബി ഓൾ ട്രയാങ്കിൾ ഇൻ ആർ സ്ക്വയർ. ഡിറ്റർമിൻ വെദർ റിലേഷൻ ആർ ഓൺ ടി ഡിഫൈൻഡ് ബൈ T1 related to T2 if T1 and T2 have an angle of same measurement is symmetric, reflexive and transitive. അപ്പൊ നമുക്ക് ഇവിടെ ട്രയാങ്കിൾസ് ആണ് തന്നിട്ടുള്ളത്. കുറേ ട്രയാങ്കിൾസിന്റെ കളക്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവര് റിലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവരുടെ ഒരു ആംഗിൾ സെയിം ആയാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കുറെ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ട്രയാങ്കിൾ ആ ട്രയാങ്കിളിന് തന്നെ എന്തായിരിക്കും? റിലേറ്റഡ് ആയിരിക്കും. കാരണം എന്താ? ഒരു ട്രയാങ്കിൾ ആ സെയിം ട്രയാങ്കിളിനായിട്ട് എന്താണ്? എല്ലാ മെഷർമെന്റും, നമുക്ക് ഒരു മെഷർമെന്റ് സെയിം ആയാൽ മതി. ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാ മെഷർമെന്റും ഈ ട്രയാങ്കിളിന് തന്നെ എന്താണ്? സെയിം ആയത് കൊണ്ട് T1 റിലേറ്റഡ് ടു T1 ആണെന്ന് നമുക്ക് പറയാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് T1 റിലേറ്റഡ് ടു T2 ആണ്. അതിനർത്ഥം ഇവർക്ക് എന്താണ്? ഇങ്ങനെ എടുത്തു, T1 റിലേറ്റഡ് ടു T2. അതിനർത്ഥം T1ഉം T2നും ഒരു ആംഗിള് എന്താണ്? സെയിം ആണ്. നമുക്ക് മനസ്സിലായി. ആൻ ആംഗിൾ ഓഫ് സെയിം മെഷർമെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? T2 റിലേറ്റഡ് ടു T1 റിലേറ്റഡ് ടു, എങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? T2 റിലേറ്റഡ് ടു T1. കാരണം T2നും T1നും ഒരു ആംഗിൾ എന്താണ്? സെയിം മെഷർമെന്റ് ആണ്. അപ്പൊ നമുക്ക് ആർ എന്തായി? സിമെട്രിക് ആയി. ഇനി എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചോദ്യം. പക്ഷെ ട്രാൻസിറ്റീവ് അല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. T1 ആയിട്ട് ഇതിപ്പോ ട്രയാങ്കിൾ ആണല്ലോ. ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അപ്പൊ ഞാൻ ആദ്യം 30 60 90 കൊടുത്തു. അടുത്ത ട്രയാങ്കിളിന് സിമിലർ ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു? 60 ഡിഗ്രി കൊടുത്തു. അപ്പൊ ഇവിടുന്ന് എനിക്ക് എന്ത് മനസ്സിലായി? T1 റിലേറ്റഡ് ടു T2 ആണെന്ന് മനസ്സിലായി. ബാക്കി ഞാൻ 45ഉം 75ഉം കൊടുത്തു. അടുത്തതിന് ഞാൻ ആരെയാണ് സെയിം ആക്കി? T2 റിലേറ്റഡ് ടു T3 ആണ്, കാരണം 45ന് സെയിം ആക്കി. എന്നിട്ട് ഞാൻ എന്ത് എഴുതി? 80 55 എഴുതി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ T1നും T3ക്കും എന്തില്ല? സെയിം ആയിട്ടുള്ള ഒരു ആംഗിൾ ഇല്ല. ഇത് നമ്മൾ ഉണ്ടാക്കണതാണ്. ഇത് വന്ന ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നല്ല എന്താണ്? ആലോചിച്ചിട്ട് ചെയ്യണം. ഇപ്പൊ ഡിസംബർ 2021 ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ P ഓഫ് A ക്രോസ് B എന്നാ ചോദിച്ചേക്കണേ. അപ്പൊ A ക്രോസ് Bയിലുള്ള എലമെന്റ്സിന്റെ എണ്ണാണ് 2n. അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? 240 കിട്ടി. ഇനി ഡിസംബർ 2021 19 സ്കീമിൽ 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A എന്ന് പറയുന്നത് 1 2 3 ആണ്. R എന്ന് പറയുന്നത് 1 2 2 1 2 3 ആണ്. R സിമെട്രിക് ആണോ ചോദിച്ചു? അല്ല. കാരണം അതിന്റെ ഉള്ളിൽ ആരില്ല? 3 2 ഇല്ല. ആന്റി സിമെട്രിക് ആണോ ചോദിച്ചു? ആന്റി സിമെട്രിക്കും അല്ല. കാരണം 1 2 ഉണ്ട്, 2 1 ഉണ്ടെങ്കിൽ ഇവര് ഈക്വൽ ആവണം എന്നാ പറഞ്ഞേക്കണത്. ഇപ്പൊ ഇവിടെ ഈക്വൽ അല്ലല്ലോ ഇവര്. അതുകൊണ്ട് ഇവിടെ എന്തല്ല? ഇവര് ആന്റി സിമെട്രിക് അല്ല.
നമുക്ക് പിന്നെ ആകെ 2 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് 19 സ്കീമിലുള്ള കുറെ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് വരാൻ പോണത്. എ റിലേഷൻ ആർ ഓൺ സെഡ് പ്ലസ് is generated by defined by a divides by check whether it is റിഫ്ലക്സീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഡിവിഷൻ നമുക്കറിയാം, ഓൾറെഡി ഡിവിഷനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. അത് ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അത് എന്താണ് ആന്റിസിമെട്രിക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമെട്രിക് അല്ല എന്നൊക്കെ ഉള്ള കാര്യം അവിടെ നിന്ന് നമുക്കറിയാം. റിഫ്ലക്സീവ് ആണ് കാരണം എല്ലാ നമ്പേഴ്സ് അതേ നമ്പർ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതാണ് പറഞ്ഞത് ആർ ഈസ് റിഫ്ലക്സീവ് ബിക്കോസ് എ ഡിവൈഡഡ് ബൈ എ. ആറ് സിമെട്രിക് അല്ല കാരണം എന്താണ്, എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ എ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം, എ ഈക്വൽ ടു ബി ആയാൽ മാത്രമാണ് അത് സംഭവിക്കുള്ളൂ. അപ്പൊ നമുക്ക് എ ഡിവൈഡഡ് ബൈ ബി ആണെങ്കിൽ ബി ഡസ് നോട്ട് ഡിവൈഡഡ് ബൈ എ ആണ്. അതുകൊണ്ട് ഇതെന്തല്ല, സിമെട്രിക് അല്ല. പക്ഷെ ട്രാൻസിറ്റീവ് ഒക്കെയാണ്. അതെങ്ങനെ നമുക്ക് എഴുതാം, എ ഡിവൈഡ്സ് ബി. അവിടുന്ന് നമുക്ക് എന്ത് എഴുതാം, ബി ഈക്വൽ ടു M1 A എന്ന് പറഞ്ഞിട്ട് എഴുതി. അടുത്തത് എ ഡിവൈഡ്സ് സി. അവിടെ നമുക്ക് എന്ത് എഴുതും, സി ഈക്വൽ ടു M2 B എന്ന് എഴുതി. ഇനി സി ഈക്വൽ ടു M2 എന്ന് പറഞ്ഞിട്ട് ബിന് പകരം ഞാൻ എന്ത് എഴുതി, M1 A എന്ന് എഴുതി. M2 ഇൻറ്റു M1 എന്ന് പറയുന്നത് ഒരു എഗെയിൻ എൻ ഇൻറ്റീജർ ആണ്. അതിന് ഞാൻ എന്ത് എഴുതി, സി ഈക്വൽ ടു KA എന്ന് എഴുതി. അപ്പൊ ഇതെന്താണ്, ഇക്വലൻസ് റിലേഷൻ അല്ല, പക്ഷെ ഇതെന്താണ് ശരിക്ക്, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ലാത്തത് കൊണ്ട് അതെന്തല്ല, ഇക്വലൻസ് റിലേഷൻ അല്ല. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എ എന്ന് പറയുന്നത് 1 2 3 4 ഗിവൺ എൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ എ വിച്ച് ഈസ് റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് ആവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വേണം, 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം, എല്ലാവരും വേണം. ഇപ്പൊ നമുക്ക് റിഫ്ലക്സീവ് ആയി. ഇനി ട്രാൻസിറ്റീവ് ആവണമെന്ന് പറഞ്ഞു. ഇപ്പൊ 1 2 2 3 1 3 ട്രാൻസിറ്റീവ് ആവുന്ന ഒരു എക്സാമ്പിളിനെ കൊടുത്തു. ഇനി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പണി പാടും, കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ബട്ട് നോട്ട് സിമെട്രിക്. ഇതിപ്പോ സിമെട്രിക് അല്ല, കാരണം എന്താ, 1 2 ഉണ്ട് പക്ഷെ ആരില്ല, 2 1 ഇല്ല. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, 1 1 കൊടുത്തു, 2 2 കൊടുത്തു, 3 3 കൊടുത്തു, 4 4 വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, 1 2 1 2 കൊടുത്തു, പക്ഷെ ഇവിടെ എനിക്ക് 2 1 ഇല്ല. ഇനിയിപ്പോ ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ട്രാൻസിറ്റീവ് അല്ലാത്തൊരു പെയർ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇപ്പൊ 1 2 ഉണ്ട്, 2 2 ഉണ്ട്, അപ്പൊ 1 2 ഉണ്ടാവണം, അതുണ്ട്. പിന്നെ ഇനിയൊന്നും ചെക്ക് ചെയ്യാനില്ല നമുക്ക്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയില്ലേ, ഇതും നമുക്ക് എഴുതാം. അതേപോലെ തന്നെ എന്ത് എഴുതാം, ഇതും എഴുതാം. ഇതും എക്സാമ്പിൾ എഴുതാം, കാരണം ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ അല്ലല്ലോ ഉള്ളത്, കുറെ എണ്ണല്ലേ. ഇനി നമുക്ക് NRA റിലേഷൻസ് ആണുള്ളത്. NRA വെച്ചാൽ ഇപ്പൊ A1 A2 എക്സെട്ര AN ഉണ്ടെങ്കിൽ നമ്മൾ A ക്രോസ് B രണ്ടെണ്ണത്തിന്റെ കാര്യം പറഞ്ഞേക്കണത്. അപ്പൊ NRA റിലേഷൻ ഓൺ ദി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് A1 ക്രോസ് A2 ക്രോസ് എക്സെട്ര ANന്റെ സബ്സെറ്റ് ആയിരിക്കും. കോൺഗ്രുവൻസ് മോഡുലോ N. കോൺഗ്രുവൻറ്റ് ടു B എന്ന് പറയണമെങ്കിൽ A മൈനസ് B ഈസ് ഡിവിസിബിൾ ബൈ N ആവണം. ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, ഇത് നന്നായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ 17 കോൺഗ്രുവൻറ്റ് ടു എന്തിന് കോൺഗ്രുവൻ്റ് ആണ്, ഈ 17 മോഡ് 12 ചെയ്യണ സമയത്ത് 17 ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ റിമൈൻഡർ എന്ത് കിട്ടും നോക്കാം. അപ്പൊ 17 കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 12, ഇതാണ് കോൺഗ്രുവൻറ്റിന്റെ അർത്ഥം. അടുത്ത് നമുക്ക് റെപ്രസെന്റിങ് റിലേഷൻ യൂസിങ് മെട്രിക്സ് ആണ്.